ഞാൻ എൻ്റെ വീടും പിന്നെ എൻ്റെ ബന്ധുക്കളുടെ വീടുമാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ തന്നെ സൈക്കിൾ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഓടിക്കും. ഞാൻ നേരത്തെ കാണിച്ചില്ല എൻ്റെ വീട്. ഇനി അടുത്ത് എൻ്റെ റൂമുണ്ട്. വീടാണ് കാണിക്കാൻ പോകുന്നത്. വീട് ഇത് ഇവൻ്റെയാണ് ഈ വീട്. മഴയായതുകൊണ്ടാണ് ഗൈസ് ചളിയെല്ലാം ധരിച്ച് സൈക്കിൾ ഓടിക്കാനൊന്നുമില്ല ഗൈസ്. മഴയായതുകൊണ്ട് ഇപ്പോൾ ഇന്നലെയാണ് എൻ്റെ ക്യാമറാമാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതാ എടുത്തത് എൻ്റെ അമ്മമ്മേൻ്റെ വീടാണത്. നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീട്ടിൽ അങ്ങോട്ടേക്ക് പോയാൽ ഇനി 3 വീടും കാണാനുണ്ട്. ഇനി കാണാനുള്ളത് 3 വീടാണ്. അതിലൊന്ന് നമ്മൾ പോവുകയാണ്. ബാക്കി 2 വീടാണ്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. പുറത്ത് തന്നെ ഇത് ആമയുണ്ട്. ആമ നമുക്ക് എടുക്കാം. ആമയെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത റൂമിൽ പോകുന്നത്. ഇവിടെ അച്ചാച്ചൻ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ശല്യപ്പെടുത്തുന്നില്ല. ഇതാണ് പിന്നെ എൻ്റെ ക്യാമറാമാൻ്റെ എല്ലാം. പ്രത്യേകിച്ച് ഇത് വിശേഷങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ ഉഷമാമിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ തന്നെ ഒരു കണ്ടമുണ്ട്. ഇവിടെ തന്നെ കുറേ ചീരയും വാഴയും എല്ലാം ഉണ്ട്. ഇതാ പിന്നെ മാവിൻ്റെ കൊമ്പും എല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. നമ്മൾ കുറേ പൂക്കളെല്ലാം ആസ്വദിച്ച് എൻ്റെ വായുടെ മണം ആസ്വദിച്ച് അത് ആലോചിച്ചോ. അവിടെ എത്തി മുമ്പിലെത്തി. ക്യാമറമാൻ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലെത്തി. ഇതാണ് വീടിൻ്റെ മുമ്പ് വശം. പിന്നെ നേരെ ബാക്കിലായിട്ട് നായ്ക്കുട്ടിയുണ്ട്. നമ്മൾ ഇനി അടുത്ത നായ്ക്കുട്ടിയാണ് കാണാൻ പോകുന്നത്. നായ്ക്കുട്ടീൻ്റെ പേര് ചീരു എന്നാണ്. അതിന് ശേഷമാണ് വീടിൻ്റെ അകത്തേക്ക് പോവുക. ഇവിടെ തന്നെ ആദ്യനാട്ടിലേക്ക് വരും. ഞാൻ എപ്പോഴും വരും വീണ്ടെടുക്കാം. പിന്നെ നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം. നമുക്ക് മുമ്പ് തന്നെ തുടങ്ങാം. മുമ്പിലോട്ട് തന്നെ പോവാം. നമ്മൾ ഇങ്ങനെ പോകുന്നത് അതാണ്. ഇത് മുമ്പ് തന്നെ കുറേ പൂവിൻ്റെ കുറിച്ചിട്ട് ചട്ടിയുണ്ട്. വിളക്കെല്ലാം വെക്കുന്ന ഇതുണ്ട്. അത് കഴിഞ്ഞ് ഒരു വലിയ സോഫ, അതിൽ ഒരു പൂവിൻ്റെ പോട്ട്, ഇതിൻ്റെ മേലെ ഒരു കൊച്ചു മരം, അതിൽ 2 പ്രാവ്.